ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഗുരുദേവൻ തൻ്റെ മാതാപിതാക്കളോടും അമ്മാവന്മാരോടും താൻ വിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നില്ല, തനിക്കായി വിവാഹം ആലോചിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ അവർ കാളിയെ വധുവായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വീട്ടിൽ ഇനി നിന്നാൽ കുഴപ്പമാകും എന്നതുകൊണ്ട് ആരുമറിയാതെ വീട്ടിൽ നിന്ന് ഗുരുദേവൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. വീട്ടുകാർ കരുതിയത് നാണു അനുസരണയുള്ളവനും കാരണവന്മാരെ മാനിക്കുന്നവനും ആകയാൽ അവർ പറയുന്നത് പോലെ കാളിയെ ഭാര്യയായി സ്വീകരിച്ച് ക്രമേണ ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യമുണ്ടായി കുടുംബജീവിതം നയിച്ചുകൊള്ളും എന്നായിരുന്നു. പാരാവാരം കുടിക്കാം, പരിചൊടു ഹിമവാൻ വേരുടെ മാറ്റിവെക്കാം, പാരെല്ലാം ധൂളിയാക്കാം, നരനുടെ കഴിവാൽ സൗരയൂഥം ഭരിക്കാം. പാരം പക്ഷേ മനുഷ്യ മതിയൊരു നിമിഷം കൊണ്ടു തെറ്റിയിടുകില്ലേ, നാരീണാം കൺമിഴിത്തല്ലിളകുകിൽ അവർതൻ പുഞ്ചിരി കൊഞ്ചൽ കണ്ടാൽ എന്ന കവിവാക്യം പോലെ ആയിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ മലകളിളകിലും മഹാജനാനാം മനമിളക എന്ന കവിവാക്യം പോലെയാണ് തങ്ങളുടെ സന്തതിയുടെ സ്ഥിതി എന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അവരുടെ തീരുമാനം അബദ്ധമായി പോയോ എന്നൊരു ശങ്ക അവർക്ക് ഉണ്ടാകാതിരുന്നില്ല. വധൂവേഷം അണിയിച്ച് വയൽവാരം വീട്ടിൽ ആനയിക്കപ്പെട്ട കാളിയമ്മ തനിക്ക് ഭർത്താവായി ആകേണ്ടവൻ വരും എന്ന പ്രതീക്ഷയിലും ആയിരുന്നു. ഭവനം വിട്ട് ഇറങ്ങിയ ഗുരുദേവൻ അകലെയെങ്ങോ വിജനമായ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം പോയത് എന്തുകൊണ്ട് ആണ്, പോകാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഓരോ ജന്മത്തിനും അതിൻ്റേതായ ലക്ഷ്യവും ആവശ്യങ്ങളും ഉണ്ടാവും. ആവശ്യങ്ങളെ ആത്മീയവും ഭൗതികവും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ആത്മീയം എന്ന് പറഞ്ഞത് ജനിക്കുന്ന ആത്മാവിൻ്റെ ആഗ്രഹ സാഫല്യത്തിന് ആയിട്ടുള്ളതും, ഭൗതികം എന്ന് പറഞ്ഞത് ഭൂതസംബന്ധമായത്, അതായത് മറ്റുള്ളവർക്കും ലോകത്തിനും വേണ്ടി ഉള്ളത് എന്നർത്ഥം. സർവജീവികളുടെയും ജീവിതത്തിൽ ഈ രണ്ട് ആവശ്യങ്ങളുടെയും പൂർത്തീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു പൂച്ച എലിയെയോ മറ്റ് ഏതെങ്കിലും ചെറുജീവിയെയോ പിടിച്ചു തിന്നുമ്പോൾ അങ്ങനെയുള്ള ജീവികളെ ഭക്ഷിച്ച് ജീവൻ നിലനിർത്തുക എന്നത് അതിൻ്റെ ആത്മീയമായ ആവശ്യവും, എലി മുതലായ ചെറുജീവികളുടെ പെരുപ്പം തടയുക എന്നുള്ളത് ഭൗതികമായ ലോകത്തിൻ്റെ ആവശ്യവുമാണ്. ഇപ്രകാരം ഉള്ള ഭൗതികമായ ആവശ്യം അവ അറിയാതെ തന്നെ എല്ലാ ജീവികളും നിറവേറ്റുന്നതായും കാണാം. ഒരു ഗൃഹസ്ഥനായ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ വിവാഹം കഴിച്ച് വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നത് അയാളുടെ സ്വന്തം അഥവാ ആത്മീയമായ ആവശ്യവും, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വംശം നിലനിർത്തുക, ഭാര്യാസന്താനങ്ങളെയും മറ്റ് കുടുംബാംഗങ്ങളെയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി സംരക്ഷിക്കുക എന്നുള്ളത് ഭൗതികമായ, അതായത് ലോകത്തിനു വേണ്ടിയുള്ള ആവശ്യം നിറവേറ്റലും ആണ്. ഒരു സന്യാസിയുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. സന്യാസിയുടെ ആത്മീയമായ ആവശ്യം മോക്ഷമാണ്, അതായത് സർവ്വവിധ ബന്ധങ്ങളിൽ നിന്നും ഉള്ള മോചനം. ഗൃഹസ്ഥൻ
താനല്ലാത്ത ബാഹ്യവിഷയങ്ങളാണ് സുഖത്തിന് കാരണം എന്ന് ധരിച്ചുകൊണ്ട് അവയെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ സന്യാസി ബാഹ്യവിഷയങ്ങളോടുള്ള മനസ്സിനുണ്ടാകുന്ന മോഹങ്ങൾ അഥവാ ഒട്ടൽ അവയുമായി മനസ്സിനെ ബന്ധിപ്പിക്കുകയും അവയുടെ ലാഭനഷ്ടങ്ങൾ മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നു. അതിനാൽ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കി ആത്മാവിൽ ഏകാഗ്രമാക്കി ആത്മസുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അയാളുടെ ആത്മീയമായ ആവശ്യം. സന്യാസിക്ക് ഭൗതികമായിട്ട് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഇല്ല. എന്നാൽ തൻ്റെ അറിവ് ലോകത്തിന് നൽകുക, ലോകത്തെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുക എന്ന കാര്യം തനിക്കുള്ള ധർമ്മമായി കരുതി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സന്യാസികളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു സന്യാസ ജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആകാം ഗുരുദേവൻ വീട് വിട്ട് ഇറങ്ങിയത്. ഗൃഹസ്ഥന് ഭാര്യാപുത്രാദികളോടുള്ള ബന്ധവും കടമകളും സ്വാർത്ഥത ഉളവാക്കി തീർക്കും. അയാൾ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിരിക്കും കൂടുതലായും പരിശ്രമിക്കുക. അയാൾക്ക് പൂർണ്ണമായും ലോകസേവ നടത്താൻ സാധ്യമല്ല. നിസ്വാർത്ഥനും സ്വതന്ത്രനുമായ സന്യാസിക്ക് ഇങ്ങനെയുള്ള പരിമിതികൾ ഒന്നും ഇല്ല. അയിത്തം മുതലായ അനാചാരങ്ങളും ജാതി ചിന്തയും കൊണ്ട് മലീമസമായ സമൂഹത്തെ ശുദ്ധീകരിച്ച് ഉദ്ധരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രയാണമാണ് ഗുരുദേവൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ കാര്യം വയൽവാരം വീട്ടിലിരിക്കുന്ന ബന്ധുക്കളോ കാളിയമ്മയോ അറിയുന്നില്ല. അത് അറിയാത്തതുകൊണ്ടുള്ള മോഹവും ദുഃഖവുമാണ് ഇപ്പോൾ അവർക്കുള്ളത്. നമസ്കാരം.